Hey all, welcome to Rise Up Daily Answer Writing Club. ഇന്ന് നമ്മുടെ ഡേ 24 ആണ്. ഇന്ന് നമുക്ക് ഒരു ആൻഷ്യൻ ആൻഡ് മെഡീവൽ ആർട്ട് ആൻഡ് കൾച്ചർ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദിസ് ഈസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് കണ്ടൻറ് അറിയാമെങ്കിൽ മാത്രം എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് 2023 UPSC മെയിൻസിന് GS1 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വാസ് എ ബൗൺസർ. നമുക്ക് ഡൽഹി സുൽത്താനേറ്റ് അറിയാം, പക്ഷേ മേജർ ടെക്നോളജിക്കൽ ചേഞ്ച് എന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായി കുറച്ചും കൂടി ഒരു ടഫർ സൈഡിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സ്ട്രക്ചർ ചെയ്യാൻ നോക്കാം. ഭയങ്കര ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് വാട്ട് ആർ ദ മേജർ ടെക്നോളജിക്കൽ ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ഡ്യൂറിങ് സുൽത്താനേറ്റ് പീരീഡ്. ടെക്നോളജിക്കൽ ചേഞ്ചസ് ഏതൊക്കെയാണ് എന്ന് അറിയുമായിരുന്നെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ഈസിയാണ്. ആൻഡ് ഹൗ ഡിഡ് ദോസ് ടെക്നോളജി ചേഞ്ചസ് ഇൻഫ്ലുവൻസ് ദ ഇന്ത്യൻ സൊസൈറ്റി. ഒരു 15 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം. ഫസ്റ്റ് ഇൻട്രോയിൽ നമുക്ക് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചൊരു ഇൻട്രോ കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് GS1 ആണ്. വി ക്യാൻ ആഡ് എ മാപ്പ്. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഡിഫറൻസ് ഇമ്പോർട്ടൻറ്റ് സെൻറ്റേഴ്സിൻ്റെ ഒരു മാപ്പാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഡൽഹി സുൽത്താനേറ്റിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് എങ്ങനെ ഒരു മാപ്പ് കൊടുക്കാം എന്നുള്ളത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഡൽഹി സുൽത്താനേറ്റിനൊരു മാപ്പ്, മുഗളിനൊരു മാപ്പ്, ഗുപ്താസിനൊരു മാപ്പ്, അങ്ങനെ ഓരോ ഇത് ചോദിച്ചാലും ആ ഒരു പീരീഡിൻ്റെ ഒരു മാപ്പ് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ വാല്യൂ അഡീഷൻ ആയിരിക്കും നിങ്ങളുടെ പേപ്പറിന്. അപ്പോൾ അങ്ങനെ മാപ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. സോ നമുക്ക് ഫസ്റ്റ് പിന്നെ ഇൻട്രോ കഴിഞ്ഞു, നമ്മൾ മാപ്പ് കൊടുത്തു. പിന്നെ എന്താണ്, പിന്നെ ഡയറക്റ്റ് ടു ദ ക്വസ്റ്റ്യൻ, മേജർ ടെക്നോളജിക്കൽ ചേഞ്ച്. ഓക്കെ, മേജർ ടെക്നോളജിക്കൽ ചേഞ്ച് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ഡൽഹി സുൽത്താനേറ്റ് പീരീഡ്. ആഫ്റ്റർ ദാറ്റ് ഹൗ ദിസ് ഇൻഫ്ലുവൻസ് ഓൺ ഇന്ത്യൻ സൊസൈറ്റി. ഇതായിരിക്കണം നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡയറക്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇനി ഇത് നമുക്ക് എങ്ങനെ നമ്മുടേതാക്കാം, കുറച്ചും കൂടെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഈ മേജർ ടെക്നോളജിക്കൽ ചേഞ്ചിനെ തന്നെ നമുക്ക് പല സബ് ഹെഡിങ് അയച്ച് കൊടുക്കാം. ലൈക്ക് എങ്ങനെയൊക്കെയാണ്, അഗ്രികൾച്ചറൽ ടെക്നോളജി, മിലിറ്ററി ടെക്നോളജി, ആർക്കിടെക്ചറൽ ഇന്നോവേഷൻ, ടെക്സ്റ്റൈൽ ടെക്നോളജി, അർബനൈസേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഞാൻ ഇങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഈ കണ്ടൻറ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ആൻസറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻട്രോ കൊടുക്കാം. ദ ഡൽഹി സുൽത്താനേറ്റ് 1206 to 1526 CE. ആ ഒരു ടൈം പീരീഡ് ഇത്രയും നന്നായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും വിത്ത് വേർ ഇൻ ദ 13th to 16th century എന്നൊക്കെ പറയുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. ഓക്കെ, marked a transformative phase in Indian history with Persianate innovation in agriculture, warfare and architecture. These technological advancements reshaped socio-economic structures, ഫോസ്റ്ററിങ് അർബനൈസേഷൻ ആൻഡ് കൾച്ചറൽ സിൻക്രീറ്റിസം. ആ ഒരു എന്താണ് കണ്ടൻറ്റിൽ പറയാൻ പോകുന്നത് എന്നുള്ള ഒരു ഇൻട്രോ ആണ് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ജസ്റ്റ് ടൈം പീരീഡ് പറഞ്ഞിട്ട് ജസ്റ്റ് ആ ഒരു ഇൻട്രോ കൊടുക്കാം. ഡൽഹി സുൽത്താനേറ്റ് ഇൻട്രൊഡ്യൂസ് സെവറൽ കീ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ദാറ്റ് റീഷേപ്ഡ് ഇന്ത്യൻ സൊസൈറ്റി, എക്കണോമി ആൻഡ് കൾച്ചർ. ഇങ്ങനൊരു ജനറൽ ഇൻട്രോയും കൊടുക്കാം. ഇൻട്രോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഈ ഒരു ടൈം പീരീഡാണ്. ആൻഡ് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒരു മാപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഇമ്പോർട്ടൻറ്റ് കിങ്ഡംസിനും എന്ത് ചെയ്യുക, അവർക്ക് അതിനെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ ഒരു മാപ്പ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യും എന്ന രീതിയിൽ മാപ്സ് എന്ത് ചെയ്യുക, നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ട്, മേജർ ടെക്നോളജിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് സുൽത്താനേറ്റ് പീരീഡ്. Agricultural technology. First one is Persian wheel, Sakya, enabled efficient irrigation in semi-arid region like Punjab and Gangetic Plain, leading to higher crop yield. New crops. എന്താണ് പേർഷ്യൻ വീൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻക്രീസ് ദാറ്റ് ഹാസ് ലെഡ് ടു ഇൻക്രീസ്ഡ് വീറ്റ് ആൻഡ് റൈസ് പ്രൊഡക്ഷൻ, സപ്പോർട്ടഡ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഡൽഹി ആൻഡ് ആഗ്ര. പിന്നെ ദേ ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ ക്രോപ്സ്. ഓക്കെ, എന്താണ് കോട്ടൺ, ഷുഗർ കെയിൻ പോലത്തെ ന്യൂ ക്രോപ്സ് റൂറൽ എക്കോണമീനെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബംഗാൾ ബിക്കേം മേജർ ടെക്സ്റ്റൈൽ ഹബ് ഡ്യൂ ടു സർപ്ലസ് കോട്ടൺ കൾട്ടിവേഷൻ. ദെൻ ഇംപ്രൂവ്ഡ് പ്ലസ് iron tipped plough allowed deeper soil tilling and increasing productivity. Enhanced cultivation in Deccan Plateau.
Then crop rotation, systematic rotation improved soil fertility and output. Wheat millet cycle in Doab region. അപ്പോൾ അഗ്രികൾച്ചറിൽ അവർ പറഞ്ഞിട്ടുള്ള അവർ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു പീരീഡിൽ വന്നിട്ടുള്ള ടെക്നോളജിക്കൽ ചേഞ്ചസ് മെൻഷൻ ചെയ്തു. ആഫ്റ്റർ ദാറ്റ് മിലിറ്ററി പീരീഡിൽ ഗൺ പൗഡർ ആൻഡ് കാനൻസ് used in the siege of Arcot, reducing dependence on elephants and fort-based warfares. Okay. Then improved cavalry. Central Asian horse breeds stirrup, enhanced mobility. The Mongol invasion were repelled using superior Turkic cavalry tactics. പിന്നെ ഈ ഖിൽജിയുടെ സമയത്ത് ചെഹ്റ സിസ്റ്റമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കാവലറിയുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്. ദെൻ ബോഡി ആർമർ, മെയിൽ ആൻഡ് പ്ലേറ്റ് ആർമേഴ്സ് ഇംപ്രൂവ്ഡ് സോൾജിയേഴ്സ് സർവൈവബിലിറ്റി. അവരുടെ ആ ഒരു ഇതിനെ ചെറുക്കാനുള്ള ആ ഒരു ആർമേഴ്സ് അവരെ ആ ഒരു വാർഫെയറിൻ്റെ സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടർഷിക് ഗുലാംസ് യൂസ്ഡ് അഡ്വാൻസ് ആർമേഴ്സ് ഇൻ battle. Siege warfare, advanced catapults and trap were employed. Siege of Ranthambore under Alauddin Khiljiയിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ ആർക്കിടെക്ചറൽ ഇന്നോവേഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. ട്രൂ ആർക്ക് ആൻഡ് ഡ്രോം enabled monumental structures like Qutub Minar and Alai Darwaza. ലൈം മോട്ടോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, മെയ്ഡ് ബിൽഡിംഗ് വെതർ റെസിസ്റ്റൻറ്റ്. ലൈം മോട്ടോഴ്സ് കുറച്ചും കൂടെയൊക്കെ എക്സ്ട്രീം വെതർ റെസിസ്റ്റൻ്റ് ആയി. സോ അതെന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു സ്ട്രക്ചേഴ്സ് ആർക്കിടെക്ചറൽ സ്ട്രക്ചേഴ്സ് കുറച്ചുകൂടെ കാലം അതിന് പ്രശ്നമൊന്നുമില്ലാതെ അതിന് നിൽക്കാൻ പറ്റി. ദെൻ മിനാറേറ്റ് സിസ്റ്റം, ടാൾ ടവേഴ്സ് ടു കോൾ പ്രേയേഴ്സ് ബിക്കം ആർക്കിടെക്ചറൽ സ്റ്റേപ്പിൾ. എല്ലാത്തിലും അങ്ങനെ ഒരു സ്ട്രക്ചർ വന്നു. Qutub Minar's influence, later it has influenced the Mughal architecture also. Then decorative calligraphy, Quranic inscription adorned monuments. In lots of ഇതിൽ എന്താണ് ഈ ഒരു കാലിഗ്രാഫിക്ക് സംഭവം കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇൻട്രിഗേറ്റ് carving on Quwwatul Islam Mosque. Then textiles and technology, spinning wheel, charkha system accelerated cotton textile production. Bengal and became major centers of muslin and silk trade. Paper making replaced palm leaf manuscript, aiding Sultanate bureaucracy. Diwani system ഒക്കെ ഈ പേപ്പർ മേക്കിംഗ് വഴി ഇമ്പ്രൂവ് ചെയ്തു. ദെൻ ഡൈയിങ് ടെക്നിക്ക് കൊണ്ടുവന്നു. അഡ്വാൻസ് മെത്തേഡ് ക്രിയേറ്റഡ് വൈബ്രൻറ്റ് ഫാബ്രിക്സ്. ചന്ദേരി ബനാറസി ബ്രോക്കേഡൊക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയി, ഭയങ്കര ഫേമസ് ആയി. Then carpet weaving, Persian style carpet became popular. Mughal era carpets trace origin to Sultanate innovations. Okay. Then next part is urbanization and infrastructure. Roads and sarais. An example ആയിട്ട് Grand Trunk Road റിപ്പയർ ചെയ്തു. ദെൻ സ്റ്റെപ്പ് വെൽസ് ക്രിയേറ്റ് ചെയ്തു. വാട്ടർ ആക്സസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തു. ഇവിടെയൊക്കെ നമുക്ക് ഫിറോസ് തുഗ്ലക്കിൻ്റെ ഒക്കെ എക്സാമ്പിൾ കൊടുക്കാം. ദെൻ പബ്ലിക് ബാത്ത്സ് ഇൻട്രൊഡ്യൂസ് പേർഷ്യൻ സ്റ്റൈൽ ഓഫ് ബാത്തിങ് കോംപ്ലക്സസ്. ഫിറോസ് ഷാ കോട്ട്ല ഹാഡ് എലാബറേറ്റ് ഹമാംസ്. ഓക്കെ, ഇവിടെയൊക്കെ പബ്ലിക് ബാത്ത്സ് ഫിറോസ് ഷാ കോട്ട്ലയിലൊക്കെ ഈ പബ്ലിക് ബാത്ത്സിൻ്റെ എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റും. ദെൻ മാർക്കറ്റ് റെഗുലേഷൻ സിസ്റ്റം, നമ്മുടെ അലാവുദ്ദീൻ ഖിൽജിയുടെ മന്തി സിസ്റ്റം ഒക്കെ ഇവിടെ പറയാം, മണ്ഡി സിസ്റ്റം. ഓക്കെ, ദെൻ ഇതാണ് നമ്മുടെ എന്താ പറയുക ആ ഒരു ടെക്നോളജിക്കൽ ചേഞ്ചസ് ഇവർ കൊണ്ടുവന്നത്. അപ്പം ഇതിൽ അത്യാവശ്യം നല്ല കണ്ടൻറ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ളത് പഠിച്ചിട്ട് എന്ത് ചെയ്യുക, ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ഇന്ത്യൻ സൊസൈറ്റി ആണ്. ഫസ്റ്റ് വൺ ഇസ് ഒബ്വിയസ്ലി അഗ്രികൾച്ചറൽ എക്സ്പാൻഷൻ ആണ്. മെയ്ഡ് കൾട്ടിവേഷൻ വയബിൾ ഇൻ സെമി അറിഡ് റീജിയൻ, ഇൻക്രീസ്ഡ് arable land by increase 25% in gangetic brain, boosted crop yield to 30 to 40%. Economic transmission കൊണ്ടു 3 to 4 year annually crop cycles സപ്പോർട്ട് ചെയ്തു. സോ ഇതുവഴി എന്ത് ചെയ്തു, ഫാമേഴ്സിൻ്റെ ഇൻകം ഒക്കെ ഇമ്പ്രൂവ് ആയി. ഓക്കെ, പിന്നെ കൊമേഴ്ഷ്യൽ ക്രോപ്സ് ലൈക്ക് ഷുഗർ കെയിൻ ആൻഡ് കോട്ടൺ വാസ് ഇൻട്രൊഡ്യൂസ്, ഇൻക്രീസ് ലാൻഡ് റവന്യൂ ഫോർ സുൽത്താനേറ്റ് ട്രഷറി. അതുപോലെ തന്നെ ഈ ഒരു 3 സൈക്കിളൊക്കെ ആനുവൽ ക്രോപ്പ് സൈക്കിൾ വന്നപ്പോൾ ഫാമേഴ്സിന് എന്ത് ചെയ്ത് അത് അവരെയും ക്രോപ്പ് ഇമ്പ്രൂവ് ചെയ്തു. ദെൻ ഡെമോഗ്രാഫിക് ചേഞ്ച്, സസ്റ്റെയിൻഡ് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. സോ ക്രിയേറ്റ് ന്യൂ അഗ്രികൾച്ചറൽ
settlement along canal network, reduced famine frequency due to these technological advancements. Then technological resistant legacy remained primarily irrigation method until British period, inspired later Mughal era canal system, still used in the part of Rajasthan. Jaipur region-ലൊക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ ഇറിഗേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. Then social reorganization created new artisanal class for wheel manufacturing, shifted labor pattern from seasonal to year-round farming, increased dependence on animal husbandry. എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എനേബിൾ സസ്റ്റൈനബിൾ വാട്ടർ യൂസ് ഇൻ വാട്ടർ സ്കാസ് റീജിയൻ. ആ ഇറിഗേഷൻ മെത്തേഡ്സൊക്കെ സസ്റ്റൈനബിൾ യൂസിനുണ്ടായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. റെഡ്യൂസ് ടോപ്പ് സോയിൽ എറോഷൻ ത്രൂ കൺട്രോൾഡ് ഇറിഗേഷൻ, ക്രിയേറ്റഡ് ന്യൂ മൈക്രോ എക്കോസിസ്റ്റം around water channel. Then cultural exchange facilitated knowledge transfer between Persian and Indian engineers. അവർ പേർഷ്യൻ സ്റ്റൈൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഒരു ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ ഭയങ്കര ഈസി ആയിരുന്നു. ഇൻസ്പയർഡ് വാട്ടർ തീംഡ് ആർക്കിടെക്ചറൽ എലമെൻറ്റ് ഇൻ സുൽത്താനേറ്റ് മോണുമെൻറ്റ്സ് അപ്പിയേഴ്സ് ഇൻ കണ്ടംപററി പോയട്രി. അമോയ് ഖുസ്രോൻ്റെ റെഫറൻസിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദെൻ മിലിറ്ററി ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ഗാരിസൺ അഗ്രികൾച്ചർ ഇൻ ദ ഫ്രോണ്ടിയർ ഫോർട്സ്, enabled siege armies to maintain water supply, became strategic infrastructure protected during the ഇൻവേഷൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇമ്പാക്റ്റും കൂടെ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഭയങ്കര ഡയറക്റ്റായിട്ട് 2 പാർട്ടേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിലൊരു പാർട്ടിനെ കുറച്ചും കൂടെ സബ് ഹെഡിങ്സൊക്കെ കൊടുത്ത് നന്നാക്കാൻ ശ്രമിച്ചു. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ കൺക്ലൂഷനാണ്. സുൽത്താനേറ്റ് പീരീഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് റെവല്യൂഷനൈസ്ഡ് അഗ്രികൾച്ചർ, മിലിറ്ററി ആൻഡ് ആർക്കിടെക്ചർ, urban planning, integrating India into global networks. These innovations not only strengthened the economy but also laid foundation for the Mughal Empire's golden age. ഇവരെ ഈ ഒരു ഇത് ഭയങ്കരമായിട്ട് സൊസൈറ്റീനെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫോർവേഡ് ലുക്കിംഗ് ആയിട്ട് എന്ത് ചെയ്യാം, ഇവർ മുഗൾസിൻ്റെ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനെ ഇത് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എഫക്റ്റീവ് ആക്കാൻ ഇവരുടെ ഈ ഒരു ലെഗസി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഓൾ.